A 62-year-old male patient presents to the clinic with complaints of hearing loss in the left ear. Hearing loss has been progressive over the past year. Okay, a semi-transparent pale grey color and a clear cerumen. Webber test is performed. Sound is lateralized to the right ear. Which type of hearing loss is suspected? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പേഷ്യന്റിന് ലെഫ്റ്റ് ഇയറിൽ നമ്മൾ ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻ്റാണ്. ലെഫ്റ്റ് ഇയറിൽ ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻ്റാണ് അല്ലേ? ലെഫ്റ്റ് ഇയറിൽ ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻ്റാണ്. വെബർ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ വെബർ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നത് റൈറ്റ് ഇയറിലോട്ടാണ്. ഓക്കെ, റൈറ്റ് ഇയറിലോട്ടാണ്. ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്യുന്നത്, റൈറ്റ് ഇയറിലോട്ടാണ് സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നത് അല്ലെ? അപ്പം ഇത് ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ വെബർ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച്. അപ്പൊ വെബർ ടെസ്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഹിയറിംഗ് അസസ്മെന്റ് ടെസ്റ്റ്. ഇറ്റ്സ് എ ഹിയറിംഗ് അസസ്മെന്റ് ടെസ്റ്റ് വി ആർ ഡൂയിങ് ടു ഡിസ്റ്റിംഗ്വിഷ് bone conduction of both ears. Okay, it's a hearing assessment test. We are going to distinguish bone conduction of both ears. Okay, both ears ലോട്ടുള്ള രണ്ട് ചെവിയിലോട്ടുള്ള ബോൺ കണ്ടക്ഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എന്ന് പറയുന്നത് വെബർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഹിയറിംഗ് അസസ്മെന്റ് ടെസ്റ്റ്. വി ആർ ഡൂയിങ് ടു ഡിസ്റ്റിംഗ്വിഷ് ബോൺ കണ്ടക്ഷൻ ഓഫ് ബോത്ത് ഇയേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളിലേക്ക് ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് എടുക്കാം. ട്യൂണിംഗ് ഫോർക്ക് എടുക്കാം അല്ലെ? ബോത്ത് ഇയേഴ്സിലോട്ടും സൗണ്ട് ഈക്വൽ ആയിട്ട് ലാറ്ററലൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ട്യൂണിംഗ് ഫോർക്ക് പ്ലേസ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ഫ്രോണ്ടൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്രോണ്ടൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുമ്പോൾ ബോത്ത് ഇയേഴ്സിലോട്ടും സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പറൈറ്റൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുക. ഓക്കെ, ഈ പറൈറ്റൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുമ്പോഴും സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഫ്രോണ്ടൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുക അല്ലെങ്കിൽ പറൈറ്റൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ആസ്ക് ദ പേഷ്യന്റ് ഹിയറിംഗ് ഇൻ ബോത്ത് ഇയേഴ്സ്. ഓക്കെ, രണ്ട് ചെവിയിലുള്ള ഹിയറിംഗ് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ഇയറിലും ബോത്ത് ഇയേഴ്സിൽ ഈക്വൽ ആയിട്ടാണ് സൗണ്ട് ലാറ്ററലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ബോത്ത് ഇയേഴ്സിലുള്ള ബോൺ കണ്ടക്ഷൻ നോർമൽ ആണ്, ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? അതാണ് അതിന്റെ നോർമൽ സെൻസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇതിന്റെ അബ്നോർമൽ സെൻസ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പിന്നെ ടു ദ വെബർ ടെസ്റ്റ് നമ്മൾ ഏത് ഇയറിലാണോ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്നത്. സപ്പോസ് എന്റെ ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഏത് ഇയറിലാണോ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്നത്, സപ്പോസ് ഇപ്പം ഞാൻ വെബർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രോണ്ടൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുക അല്ലെങ്കിൽ പറൈറ്റൽ പാർട്ട് ഓഫ് ദ ഹെഡിൽ വയ്ക്കുക. അപ്പം വിച്ച് ഇയർ യു ആർ സസ്പെക്ടിങ് ദ ഹിയറിംഗ് ഇമ്പയർമെന്റ്, ആ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ഇയറിന്റെ ഓപ്പോസിറ്റ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് ലാറ്ററലൈസ് ചെയ്യുന്നതെങ്കിൽ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ഇയറിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? അതായത് ഏത് ഇയറിലാണോ ഹിയറിംഗ് ഇമ്പയർമെന്റ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്, ഇപ്പൊ എന്റെ ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലെഫ്റ്റ് ഇയറിന്റെ ഓപ്പോസിറ്റ് ഇയർ എന്ന് വെച്ചാൽ റൈറ്റ് ഇയർ. അപ്പൊ റൈറ്റ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നത് എന്ന് പേഷ്യന്റ് പറയുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ലെഫ്റ്റ് ഇയറിൽ എന്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ്? സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് ആയ? ഓക്കെ, ഇനി വെബർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ഇയർ, അതായത് അഫക്റ്റഡ് ഇയർ, ആ അഫക്റ്റഡ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നതെങ്കിൽ, ഓക്കെ, അഫക്റ്റഡ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് പേഷ്യന്റ് ലാറ്ററലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നതെങ്കിൽ ആ അഫക്റ്റഡ് ഇയറിൽ എന്തായിരിക്കും? കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ആയിരിക്കും. ഓക്കെ, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ആയിരിക്കും. ഓക്കെ, ഇതാണ് വെബർ ടെസ്റ്റിന്റെ സെൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വെബർ ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണേ, വെബർ ടെസ്റ്റ് മനസ്സിലാക്കേണ്ടത് to do the weapon test means you have to take a tuning fork. First you have to place the tuning fork either over the frontal part of the head അല്ലെങ്കിൽ parietal part of the head ൽ വയ്ക്കുക.
ആസ് ഹിയറിംഗ് ഇൻ ബോത്ത് ഇയേഴ്സ്. ഓക്കെ, അപ്പൊ 2 ഇയറിലും ഈക്വൽ ആയിട്ട് സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ഇയറിലോട്ടുള്ള എന്താണ് ബോൺ കണ്ടക്ഷൻ ഓക്കെയാണ്, നോർമലാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ഇയർ ഏതാണോ അഫക്റ്റഡ് ഇയർ, ഓക്കെ, അഫക്റ്റഡ് ഇയറിന്റെ ഓപ്പോസിറ്റ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് ലാറ്ററലൈസ് ചെയ്യുന്ന, സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നത് എന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിൽ ആ ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന അഫക്റ്റഡ് ഇയറിൽ എന്താണ് പ്രോബ്ലം? പ്രോബ്ലം എന്ന് വെച്ചാൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ അഫക്റ്റഡ് ഇയർ, ഓക്കെ, ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്യുന്ന അഫക്റ്റഡ് ഇയർ ഏതാണോ ആ അഫക്റ്റഡ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് ലാറ്ററലൈസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും പ്രോബ്ലം? അത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് വെബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 62-year-old പേഷ്യന്റ് ആണ്, ഹിയറിംഗ് ലോസസ് കംപ്ലൈൻസ് ഇൻ ദ ലെഫ്റ്റ് ഇയർ. ഓക്കെ, ഹിയറിംഗ് ലോസ് എവിടെ ഉള്ളത്? ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? എന്നാൽ നമ്മൾ വെബ് ടെസ്റ്റ് ചെയ്തു അല്ലെ, ഇരിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഇയറിലാണ് ഹിയറിംഗ് ലോസ് സസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വെബ് ടെസ്റ്റ് ഇസ് പെർഫോം. സൗണ്ട് ലാറ്ററലൈസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? റൈറ്റ് ഇയറിലോട്ട്. അതായത് ഹിയറിംഗ് ഇമ്പയർമെന്റ് സസ്പെക്ട് ചെയ്ത ഇയറിന്റെ ഓപ്പോസിറ്റ് ഇയറിലോട്ടാണ് സൗണ്ട് കൂടുതലായിട്ട് ലാറ്ററലൈസ് ചെയ്യുന്നത്. അപ്പം ഈ പേഷ്യന്റ് ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് സസ്പെക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്തെന്ന് പറയാൻ പറ്റും? ലെഫ്റ്റ് സൈഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഓക്കെ.